ഇന്നേ രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കി കേട്ടോ. ചായ ഉണ്ടാക്കി കുടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് അടുത്തതായിട്ട്. ബീഫ് ഉണ്ടാക്കുന്നത് ഞാനല്ല, ഉണ്ടാക്കുന്ന പെർഫെക്റ്റായിട്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തു. ബീഫ്, കുറച്ച് മല്ലി, മുളക്, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, അതൊക്കെ ചതച്ചതൊക്കെ ഇട്ട്, ഉപ്പ്, ഗരം മസാല, കുറച്ച് മീറ്റ് മസാല, ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഇട്ട് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മളത് ഒരു 8-9 വിസിൽ വരെ. ഫസ്റ്റ് വിസിൽ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചു, പിന്നെ കുറച്ച് മീഡിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ വിസിലടിച്ചേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ബീഫ് നമ്മൾ വീണ്ടും അത് സെറ്റായതിന് ശേഷം കുറച്ച് ചെറിയുള്ളി, കുറച്ച് സബോള, തക്കാളി ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബീഫിൽ. എന്നാലും കുറച്ച് തക്കാളി, വീണ്ടും കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് ഗരം മസാല, ഇതൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം അതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, ആ ബീഫ് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാണ്. നല്ലപോലെ ഈ വെളുത്തുള്ളി ചെറുള്ളിയൊക്കെ നല്ലപോലെ വാഴണം കേട്ടോ. അത് വാടി നല്ല സെറ്റായി മിക്സ് ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ബീഫ് കറി ഉണ്ടാക്കി. ബീഫ് കറിക്ക് കോമ്പിനേഷൻ രാവിലെ തന്നെ പുട്ടാണ് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ പുട്ടും ബീഫ് കറിയാണ് ഇന്നത്തെ മെയിൻ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇന്ന് എന്താ ഉണ്ടാക്കിയേക്കണേ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് മിക്സ് ചെയ്ത് കുറച്ച് സമയം വീണ്ടും നമ്മളതൊന്ന് അതിലിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ടേ. കാരണം കറിയിലധികം